കാരുണ്യവാനായ ദൈവമേ, തിരുസഭയെയും തിരുസഭയെ നയിക്കുന്ന ലയോ പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പിതാവിനെയും അനുഗ്രഹിക്കണമേ. ദൈവിക വെളിപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സഭയെ സത്യത്തിന്റെയും വിശുദ്ധിയുടെയും പാതയിലൂടെ നയിക്കാൻ വേണ്ട വരദാനങ്ങൾ അവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ സ്വരൂപിയായ ദൈവമേ, ഞങ്ങളുടെ ഇടവക വികാരി അച്ഛനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും അനുഗ്രഹിക്കണമേ. അബ്രഹാത്തെ പോലെ ദൈവവിളിക്ക് പൂർണ്ണമായി കീഴടങ്ങിക്കൊണ്ട് കഷ്ടതകളിലും പ്രതിസന്ധികളിലും തളരാതെ സുവിശേഷ പ്രഘോഷണത്തിനായി തങ്ങളെ തന്നെ സമർപ്പിക്കാൻ വേണ്ട കരുത്ത് അവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ ഭരണാധികാരികളെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അധികാരം സേവനമാണെന്ന് തിരിച്ചറിഞ്ഞ് വിവേകത്തോടും സത്യസന്ധതയോടും കൂടെ ജനങ്ങളെ നയിക്കാൻ വേണ്ട കൃപ അവർക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ തമ്പുരാനെ, യുവജനങ്ങൾക്കും കുട്ടികൾക്കും ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണു പോകാതെ ക്രിസ്തുവിനെ മാതൃകയാക്കി തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ട അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യനായ ദൈവമേ, ശാരീരികവും മാനസികവുമായ വിവിധ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, ഈ തപസ്സുകാലത്ത് ജീവിതത്തിലെ തിന്മകളും പാപകരമായ സാഹചര്യങ്ങളും ഉപേക്ഷിച്ച് യേശുവിന്റെ സ്നേഹത്താൽ രൂപാന്തരപ്പെടാനും വിശുദ്ധിയിൽ വളരാനും വേണ്ട അനുഗ്രഹം ഈ ദിവ്യബലിയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ, അങ്ങയുടെ പ്രിയപുത്രന്റെ ഉത്ഥാനത്തിലുള്ള വിശ്വാസത്തോടെ മരണം പ്രാപിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ പക്കലേക്ക് സ്വീകരിക്കണമേ. അവരുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് അങ്ങയുടെ തിരുമുഖത്തിന്റെ പ്രകാശത്തിൽ അവരെ ചേർക്കണം.